കട്ടില് ബെഡ് ഉണ്ടാവുന്നത് പോലെ കയ്യിലിപ്പിൽ ലാഭുണ്ടാവുമല്ലോ. ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ അളിയാ. എന്നിട്ടും ഭയങ്കര സീരിയസ് ആയിട്ട് അഭിനയിക്കുവാണല്ലോ. അവനി പതുക്കെ ഇറങ്ങ. നമ്മുടെ ശത്രു എത്തിപ്പോയി ചേച്ചി. നമ്മൾ പ്രതീക്ഷിച്ച സീനും ഇവിടെ നടക്കുന്ന സീനും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല കേട്ടോ അളിയാ. അതെ അതെ, പാവം നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. അവളെ അങ്ങ് എടുത്തുകൂടായിരുന്നോ ശ്രീ? ഏതോ ഒരു പെണ്ണിന് വേണ്ടി രാമനെ പോലുള്ള ചേട്ടനെ തല്ലാനൊരുങ്ങി ഇവൻ എന്തു വേണമെങ്കിലും ചെയ്യുമല്ലോ അളിയാ. അളിയൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലല്ലോ. നീ സീരിയസ് ആയിട്ട് നോക്കിയാ പേടിക്കുന്നവരാരും ഇവിടെ ഇല്ല. എന്നെ വിട്ടോളൂ, ഞാൻ തന്നെ നടന്നോളാം. താൻ അവര് പറയുന്നൊന്നും കാര്യമാക്കണ്ട. വന്നേ, നീ വാ. നിൽക്കവിടെ, നിൽക്കവിടെ, നിൽക്കവിടെ. അവിടെ തന്നെ നിൽക്ക്. എന്തിനാ തടഞ്ഞു വെച്ചത്? ഇനിയിപ്പോ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാനാവോ? ചേച്ചി അത് നോക്ക്. ആരതി എടുക്കാൻ വേണ്ടി നിൽക്കാൻ പറഞ്ഞത്. വാ, അകത്തേക്ക് വാങ്ങോളാം. സെയിം സീൻ. അപ്പൊ ആരതി ഇല്ലായിരുന്നു, ഇപ്പൊ ആരതി ഉണ്ട്. യു ക്യാച്ച് മൈ പോയിന്റ്? പിടിക്കാതിരിക്കില്ലല്ലോ. അതെ അളിയാ, അകത്തെന്തോ നടക്കുന്നുണ്ട്, വാ നോക്കാം. യാതൊരു ആപത്തും കൂടാതെ വീട്ടിൽ തിരിച്ചെത്തിയത് നമ്മുടെ അമ്മയുടെ കൃപ മാത്ര. ഞങ്ങളാണെങ്കി നീ തിരിച്ച് വീട്ടിലേക്ക് വരുമെന്ന് കരുതിയില്ല. നേരെ ശ്മശാനത്തിലേക്കാന്നാ വിചാരിച്ച. ഏട്ടത്തി, നിങ്ങളെ വായൊന്ന് അടച്ചു വെക്കാവോ? ഇവള് കാരണം നിനക്കെന്റെ ഭർത്താവിന്റെ കോളറി പിടിക്കല്ലേ? പക്ഷേ ഞാനൊന്നും പറയാൻ പാടില്ല, അങ്ങനല്ലേ? ഇങ്ങനെയുള്ളതിനെയൊക്കെ വീട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കുന്നതിന് പകരം ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുന്ന എന്തിനാ? അവളെ പറഞ്ഞയക്കാം അമ്മേ. എല്ലാരും ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അവളുടെ ജീവൻ കൊടുത്ത് നമ്മുടെ അഭിമാനത്തെ സംരക്ഷിച്ചവൾ അവള്.
അവനെ കുറിച്ച് ഇനി എന്തെങ്കിലും ഒന്ന് പറഞ്ഞാ ഞാനത് കേട്ടു നിൽക്കില്ല. അമ്മയ്ക്ക് സ്വാർത്ഥതയൊന്നുമില്ലെന്ന് അമ്മ കരുതുന്നുണ്ടെങ്കിലും അമ്മയ്ക്ക് നല്ല സ്വാർത്ഥതയുള്ള ആള് തന്നെയാ. എന്റെ ഭാര്യയിൽ എന്ത് സ്വാർത്ഥതയെ നീ കണ്ടത്? വിഗ്രഹത്തെ സംരക്ഷിച്ചെന്ന് കരുതി അകത്തേക്ക് വിളിച്ചേക്കുന്നു. രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ മക്കൾക്കിടയിലെ പ്രശ്നത്തിന് കാരണമായ അതിഥിയെ പുറത്തേക്ക് അയക്കാൻ വേണ്ടി നിന്നല്ലേ അമ്മേ? ആ തീരുമാനം എന്നെ തെറ്റിദ്ധരിപ്പിച്ചവരുടെ വാക്കുകൾ കേട്ടെടുത്തതാ. അവളെന്റെ കണ്ണു തുറപ്പിച്ചപ്പോ ഞാൻ എന്ത് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞെന്ന് നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞതല്ലേ? നിന്നെ വേറെ എവിടെങ്കിലും താമസിപ്പിക്കാൻ ഞാൻ ശ്രീകരന്റെ അടുത്ത് പറഞ്ഞ കാര്യം അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? മോൾ ഇനി എങ്ങോട്ടും പോവേണ്ട കാര്യമില്ല. നീ ഇഷ്ടപ്പെടുന്ന അത്രയും കാലം നിനക്ക് ഇവിടെ തന്നെ നിൽക്കാം. ഒരു അതിഥിയാണെന്ന ചിന്തയെ നിന്റെ മനസ്സിൽ നിന്ന് തന്നെ കളഞ്ഞ് മോൾക്ക് ഇവിടെ തന്നെ നിൽക്കാം. ശ്രീകരെ അവളെ അകത്തേക്ക് കൊണ്ടുപോ. മോള് റെസ്റ്റ് എടുക്ക. ചെല്ലും മോളെ. നടക്കാവിനി. കണ്ടു നിന്നതൊക്കെ മതി. നിങ്ങളൊക്കെ പോയി നിങ്ങളുടെ ജോലി എടുക്കാൻ നോക്ക്. ഏട്ടാ പറയൂ വേദ. നമുക്ക് പറ്റുന്നത്ര വേഗത്തില് ആവണിയുടെ ജാതകത്തെ കുറിച്ച് ഒന്ന് അന്വേഷിക്കണം. ശരി വേദ. നമ്മളവളെ കാലിൻ്റെ അടി വെച്ച് ഞെരിക്കാന്ന് വിചാരിക്കുമ്പോ അമ്മ അവളെ വീടിനകത്ത് റെഡ് കാർപ്പറ്റ് ഇട്ടാ സ്വീകരിക്കുന്നത്. അവനിക്ക് നശിച്ച ദിവസങ്ങൾ വരുമെന്ന് കരുതിയപ്പോ നല്ല ദിവസങ്ങളാ മുന്നിൽ മുഴുവൻ. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്താ നമ്മള് മേളോട്ട് നോക്കി ഇരുന്നാ മതി. അണയാൻ പോകുന്ന തീ ആളിക്കത്തുമെന്ന് പറയുന്ന പോലെ ആവണിയുടെ കാര്യത്തിലും എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. നല്ല സമയം നോക്കി ഞെരുക്കി കളഞ്ഞ അമ്മയുടെ മനസ്സ് ഇതുപോലെ മാറിക്കോളും. അപ്പം നമ്മൾ ആരാന്ന് കാണിച്ചു കൊടുക്കാം. ഇനിയിപ്പോ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ ഓരോരോ ബുദ്ധിമുട്ടുണ്ടാവും. ഇനി ഈ റൂമിൽ നിന്ന് പുറത്തേക്കൊന്നും ഇറങ്ങണ്ട അവനി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ റൂമിലേക്ക് ഞാൻ തന്നെ എത്തിച്ചേരാം. ഓക്കെ അല്ലേ? കിടന്നോളൂ. ഞാൻ പോയി പാലെടുത്തിട്ട് വരാം. അതുവരെ കണ്ണടച്ച് കിടന്നോ. ഓക്കെ? ഇതിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലായോ? എന്താ? നിന്റെ ഭാര്യയെ ഒറ്റയ്ക്കാക്കി പോകരുതെന്ന് എനിക്ക് സൂചന തരുന്നത്. മംഗലസൂത്രം 2 ഉള്ളത് എന്തുകൊണ്ടാന്നറിയോ? എന്തുകൊണ്ടാ? ഒന്ന്, ജനിച്ച വീടിനെ മറക്കാതിരിക്കാൻ. രണ്ടാമത്തെ, കേറി വരുന്ന വീടിനെ സ്വന്തം വീടായി കാണുവാൻ വേണ്ടിയിട്ടാ. അതുകൊണ്ടാ പെൺകുട്ടികളുടെ കഴുത്തില് ഈ 2 മംഗല്യസൂത്രവും അവര് കല്യാണം കഴിക്കുമ്പോ ധരിക്കുന്നത്. പെട്ടെന്ന് റൂമിലേക്ക് ആരെങ്കിലും കയറി വന്ന നന്നാവില്ല. പെട്ടെന്ന് എടുക്കേട്ടാ. അല്ലെങ്കിൽ തന്നെ ലാവണ്യ ടീച്ചറെ കണ്ണ് നമ്മുടെ മേലെ. അവരെങ്ങാനും കണ്ടു കഴിഞ്ഞാ അച്ഛന്റെ അമ്മയുടെയും മുന്നിൽ ദയാദാക്ഷിണ്യം ഇല്ലാതെ നാണം കെടുത്തു.
അത് കിട്ടുന്നില്ല ഏട്ടാ. ഇപ്പൊ എടുക്കാം. ഇത് കിട്ടുന്നില്ലല്ലോ. ശ്രീകർ, നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അത് ഞാൻ ഇവിടെ പറയാൻ. അതമ്മേ, അവനിക്ക് ഇവിടെ ഇരിക്കാൻ വയ്യാന്ന് പറഞ്ഞപ്പോ ഞാൻ തലണ വെച്ച് കിടത്തി കൊടുത്തു, അത്രേ ഉള്ളൂ. അത് മാത്രമല്ലമ്മേ, സർജറിയുടെ പെയിനും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യേണ്ടതുകൊണ്ട് പതുക്കെ താങ്ങി കിടത്തുമായിരുന്നു. ഈ പാൽ അവളെ കൊണ്ട് കുടിപ്പിക്ക. ശരി അമ്മേ. ഈ ടാബ്ലറ്റ്സും കൊടുക്ക. കേട്ടല്ലോ? ശരി അമ്മേ. നോക്കുമോളെ, നിന്റെ ആരോഗ്യം മുഴുവനായിട്ട് ശരിയാവുന്നത് വരെ വീട്ടിലെ പണികൾ എടുക്കാനൊന്നും നിന്നേക്കരുത്. നല്ലോണം റെസ്റ്റ് എടുക്ക. കേട്ടല്ലോ? അമ്മ പെട്ടെന്ന് വിളിച്ചപ്പോ ഞാൻ ശരിക്കും പറഞ്ഞ ആകെ പേടിച്ചു. സാരമില്ല, നിക്ക്. താനെന്താ ആലോചിക്കുന്നേ? ഗ്രാമോത്സവത്തിൽ പ്രസാദ് ഞാൻ കാരണം താഴെ വീണ് ഇല്ലാതായപ്പോ അമ്മയുടെ ദേഷ്യം ഞാൻ കണ്ടതാ. പൂജാമുറിയിൽ കാല് വെച്ചപ്പോഴും അമ്മയുടെ ദേഷ്യം ഞാൻ കണ്ടു. ആരാ നിന്നോട് പൂജാമുറി കയറാൻ പറഞ്ഞു? സഹോദരങ്ങൾ തമ്മിൽ വഴക്കിടുന്നത് കണ്ടപ്പോ അമ്മയ്ക്ക് എന്നോടുള്ള തീരാത്ത ആ അനിഷ്ടം ഞാൻ ശ്രദ്ധിച്ചതായിരുന്നു. എന്നെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കാൻ അവര് തീരുമാനമെടുത്തപ്പോ ഇനി ഈ വീട്ടിൽ നിൽക്കാനുള്ള അർഹതയും അവകാശവും പൂർണ്ണമായും ഇല്ലാതായിന്ന് കരുതിയതാ. ഇപ്പോ ആ അവസ്ഥയെല്ലാം അതിന് നേരെ വിപരീതമായില്ലേ. അമ്മ എന്നോട് ആദരവോടെ പെരുമാറുന്നത് കാണുമ്പോ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. താൻ നോക്കിക്കോ, അമ്മയുടെ ഇഷ്ടം ഓരോ ദിവസം കഴിയുമ്പോഴും കൂടിക്കൊണ്ടിരിക്കും. ഇതിൽ 6000, ഇതിലാണെങ്കിൽ 2980 രൂപയോ? അപ്പോ മൊത്തത്തിൽ റൗണ്ട് ചെയ്ത 3000 രൂപ, മൊത്തം കൂട്ടിയ 9000 രൂപ. എല്ലാ ബില്ലുകളും ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ. ആ പൈസ തിരിച്ചു തരാൻ വല്ല പ്ലാനും ഉണ്ടോ? സൗമ്യ, എഴുന്നേക്ക്, ഭക്ഷണം കഴിക്കാം. വാ മോളെ. ഹോസ്പിറ്റലിലെ മൊത്തത്തിൽ 9000 രൂപ.
എന്തെങ്കിലും ഡിസ്കൗണ്ട് കിട്ടാനായിട്ടും ഫ്രീ ആയിട്ട് അവിടെ ചികിത്സിക്കാനായിട്ടും അത് നിങ്ങളുടെ അച്ഛനുണ്ടാക്കി വെച്ചിരിക്കുന്ന ഹോസ്പിറ്റലൊന്നും അല്ലല്ലോ. ജോലി ചെയ്ത സ്ഥലത്തുനിന്ന് 500 രൂപ പോലും അഡ്വാൻസ് കിട്ടുന്നില്ല. അയൽവക്കത്തുള്ളവരാണെങ്കിൽ നേരത്തെ പോലെ കടവായിട്ട് 1 രൂപ പോലും തരുന്നുമില്ല. തന്നാലോ 1000 കൂടുതൽ ആരും തരത്തില്ല. പിന്നെ ഇത്രയും പൈസ എവിടുന്നാ കിട്ടിയേ? ആ, എന്ത് ചെയ്തിട്ടാ കിട്ടിയേ? മകളുടെ ചികിത്സാ ചെലവ് പോലും നോക്കാൻ പറ്റാത്ത ഒരു തന്തയാണെന്ന് കരുതി നീ ചിലപ്പോ പശ്ചാത്തപിക്കുന്നു വരെ ഞാൻ ചിന്തിച്ചു. ഇങ്ങനെ ചോദ്യം ചെയ്യുന്നു കരുതിയില്ല. ഒരു പരിധിയിൽ കൂടുതൽ പണം പെണ്ണിന്റെ കയ്യിൽ ഉണ്ടാകുമ്പോ കെട്ടിയോൻ ചോദ്യം ചെയ്യണം. ഇനിയും കൂടുതൽ സംസാരിച്ചാ സംശയിക്കേണ്ടി വരും. ഉത്തരവാദിത്തങ്ങൾ ഇല്ലാത്തവർക്ക് അവരുടെ കടമകളെക്കാളും സംശയങ്ങളായിരിക്കും എപ്പോഴും കൂടുതലുണ്ടാവുക. ഇത്രയും കാശ് എവിടുന്ന് കിട്ടിയെന്ന് പറ. അത് നിങ്ങൾ അറിയണ്ട. നിന്റെ അമ്മ എന്തായാലും പറയില്ല, മോള് പറ. ഈ പ്രപഞ്ചത്തില് നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിന്റെ മാമി